ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാറ്റർഡേ വീക്കെൻഡ് എന്താണ് പരിപാടി. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി ഒരു 1 വീക്ക്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. അപ്പം പോയിട്ട് വരാം. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു. ജിമ്മ് ഒരു 9-10 കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. അതുകൊണ്ട് ഇന്ന് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അല്ലെങ്കിലും 9-10 ആകുമ്പോൾ ഇറങ്ങും. ജിമ്മിലൊക്കെ പോയി എൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡുണ്ട്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ച് നല്ലതാണ്. പിന്നെന്താണ്, ഫുഡ് ഹാബിറ്റ്സ് കുറച്ചൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. വെള്ളം കുടിക്കും അത്യാവശ്യം, പിന്നെ മുട്ട കഴിക്കും, ബദാം, നട്ട്സ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിക്കും. അത് തന്നെ നല്ലൊരു മാറ്റമാണ്. അപ്പോൾ കുറച്ചൊക്കെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വളരെ അത്രയ്ക്കും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പം ഞാൻ വിചാരിച്ചു ലൈഫ് സ്റ്റൈൽ കുറച്ച് ചേഞ്ച് ചെയ്യണം. കാരണം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, കാരണം ചില സമയത്ത് നമ്മുടെ മൈൻഡ് തന്നെ മൂഡ് സ്വിങ്സ് അങ്ങനെ കുറേ വന്നു, അൻസൈറ്റി പ്രശ്നങ്ങൾ ഒത്തിരി വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ തന്നെ നമ്മൾ നോക്കിയേ പറ്റൂ. നമ്മുടെ ഇഷ്യൂസ് നമ്മൾ ഫിക്സ് ചെയ്താലേ ശരിയാവത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ എഴുന്നേൽക്കും. അല്ലെങ്കിൽ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കത്തുള്ളായിരുന്നു. അപ്പോൾ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ആ ഒരു റൊട്ടീന് എല്ലാ ദിവസവും പറ്റത്തില്ല, എന്നാൽ പോലും നമുക്കതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണല്ലോ. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. രാവിലെ 5:30 എഴുന്നേൽക്കും. നമ്മുടെ ഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തോന്നും പല കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂഡ് ഓഫായിട്ട് നമ്മളിരിക്കും. നമ്മൾ കറക്റ്റ് ടൈമിൽ എഴുന്നേറ്റ് ജോലിക്ക് കയറുന്ന അതിലൊരു ശരിക്കും നമ്മളുടെ ഒരു മൂഡ് അല്ല, ഒരു ഡേ തന്നെ പോകുക ശരിക്കും. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കുറേ നാളായിട്ട്. യോഗയും കൂടെ ഒക്കെ നിർത്തിക്കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ജിമ്മിൽ പോകാൻ മടിയായിരുന്നു. കാരണം മടിയല്ല, ചമ്മലായിരുന്നു ശരിക്കും. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, ശരിയാവുന്നുണ്ട്. നല്ലതാണ് പോകുന്നതും ഒക്കെ. നമ്മുടെ ഹാബിറ്റ്സ് കുറച്ച് മാറിക്കിട്ടും. എൻ്റെ എക്സ്പീരിയൻസിലാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സൊക്കെ ഒന്ന് മാറും. എന്താണേലും ജിം മാത്രമല്ല, എന്താണേലും ചെയ്യുന്നത് നല്ലതായിരിക്കും. യോഗയോ ഇപ്പം ബോഡി ആക്ടിവിറ്റീസ്, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും സൂംബയോ സ്വിമ്മിങ്ങോ എന്താണേലും നല്ലതായിരിക്കും. ഒരു ദിവസം നമ്മളത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അതാണ് അത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. കാരണം അത് എൻ്റെ ഓഡിയോ ഒരു പ്രശ്നം വന്നു. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുക. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയി. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഞാനിത് മേടിച്ചു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല കള്ളപ്പം, കിഴങ്ങ്, വെജിറ്റബിൾ കറി. ഹസ്ബൻഡ് റാഗി ദോശ കഴിച്ചോളാം എന്ന് പറഞ്ഞു. റാഗി ദോശയുടെ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിച്ചോളാം, ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അതൊന്നും നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിത് കഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കുടിച്ചാലേ തൃപ്തിയാവത്തുള്ളൂ. ചീത്തയാണെന്ന് അറിയുന്നത് പോലും എനിക്കത് കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ ടി വി ഒക്കെ കണ്ട് വളരെ റിലാക്സ്ഡായിട്ട് കഴിക്കുന്ന ഒരാളാണ്. വർക്കിംഗ് ഡേ ആണെങ്കിലും ഞാൻ ഏറ്റവും നന്നായിട്ട് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം അത്രയും ഞാൻ ഇരുന്ന് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ഞാൻ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് സമയം. കാരണം ലഞ്ചൊന്നും ഓടിപ്പിടിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അത് ഈ കോർപ്പറേറ്റ് ജോലിയൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഈ മീറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ മീറ്റിംഗ് എനിക്കൊക്കെ 11:30 ആകുമ്പോൾ തുടങ്ങുന്നതാണ്. 11:30 തുടങ്ങി എനിക്ക് തീരുന്നത്
എത്രയാണ്, ഒരു 2:30 ആവും. ഐ മീൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം പിന്നെ നമുക്കത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും. അപ്പം എനിക്ക് ഈ ഷടുകടയിൽ നിന്ന് ഞാൻ ഓടി കഴിക്കുവാണ് ചോറൊക്കെ അത്യാവശ്യം. അപ്പം നമുക്കൊരു ആസ്വദിച്ചൊന്നും കഴിക്കാനേ പറ്റത്തില്ല. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല, നല്ല തണുപ്പ്, നല്ല മഴയൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ ചെടികളൊക്കെ രക്ഷപ്പെടും. അങ്ങനെ കുറച്ച് നേരം ഞാൻ വെളിയിൽ സ്പെൻഡ് ചെയ്തു. മഴയൊക്കെ ആകുമ്പോൾ അധിക നേരമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്ന് വെയിലും വന്നു ഇന്ന്, അപ്പോൾ അധിക നേരം നിന്നില്ല. കുറച്ച് നേരമൊക്കെ ഗാർഡനിങ് പരിപാടിയൊക്കെ നോക്കി. പിന്നെ ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ഇപ്പം മാമ്പഴപ്പുളിശ്ശേരി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി മീനച്ചാറുണ്ട്, പിന്നെ ഇച്ചിരി മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മടിയായതുകൊണ്ട് അധികം വലിയ പരിപാടിക്കൊന്നും പോയില്ല. ചോറ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് സെറ്റായി. ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകണമായിരുന്നു. അപ്പം വീട്ടിൽ പോകാൻ റെഡിയായി പോയി. അപ്പം അത്രയൊക്കെയുള്ളൂ എൻ്റെ പരിപാടികൾ. പിന്നെ എൻ്റെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും പെർഫെക്റ്റ് അല്ലാന്ന് എനിക്കറിയാം, വളരെ ഇംപെർഫെക്റ്റ് ലെവലാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചായയൊക്കെ കുടിച്ചായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് പോയത്. അപ്പോൾ ബൈ.